ഇന്ന് രാവിലെ തൊട്ട് അമ്മ പറയുന്നുണ്ട് വെള്ളത്തിന് എന്തോ വ്യത്യാസമുണ്ട്, മണമാണോ എന്തോ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ഈ വെള്ളം കുടിക്കാറില്ല, ടാങ്കിലെ വെള്ളമാണ് കുടിക്കാനായിട്ട്, നമ്മൾ വേറെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ കുളിക്കുമ്പോഴൊക്കെ ഒരുമാതിരി സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മൾ വാ കഴുകുമ്പോഴൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് വാ കഴുകുമ്പോഴൊക്കെ വെള്ളത്തിന് ഒരു ടേസ്റ്റ് വ്യത്യാസം. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുകളിലേക്ക് കയറി നോക്കിയത്. കയറിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ടാങ്കിൻ്റെ അടപ്പ് മുകളിൽ നിന്ന് താഴെ വീണ് കിടക്കുന്നു. അതിലൊക്കെ അഴുക്കാണ്. അതിനേക്കാൾ ഞാനത് കഴുകിയൊക്കെ വൃത്തിയാക്കി. പക്ഷേ ടാങ്കിൻ്റെ അകത്ത് എന്താണ് ഈ മണം വരാനുള്ള കാരണം എന്നല്ലേ, ഇതാണ് നിങ്ങൾ കണ്ടാൽ ഞെട്ടും. ഞാൻ പോലും ഞെട്ടിപ്പോയി. ഇത് വീണിട്ട് 2 ദിവസമെങ്കിലും ആയിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ അറിയുന്നത് രാവിലെയാണ്. അതും അമ്മ അങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ കയറി നോക്കിയത്. നമ്മൾ വീടിൻ്റെ അകമൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്യും. നമ്മൾ എത്ര പേര് ടാങ്ക് ക്ലീൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ടാങ്ക് നോക്കുന്നുണ്ട്. എൻ്റെ വീട് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷത്തിന് മുകളിലായി. ഇപ്പോഴാണ് ഞാൻ ആ ടാങ്ക് ഒന്ന് നോക്കുന്നത്. അപ്പോൾ ഇന്നൊരു തീരുമാനം എടുത്തു, മാസത്തിലൊരിക്കൽ ഒന്നുകിൽ ടാങ്ക് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇത്രയും വെള്ളം വേസ്റ്റാണ്. അപ്പോൾ എന്താ ഇത്രയും വെള്ളമല്ല, ഓൾറെഡി നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞു. വെള്ളം ഫുള്ള് വെള്ളം ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ വെള്ളം നമ്മൾ കളഞ്ഞു. പിന്നീടാണ് തോന്നിയത് ടാങ്കിൽ വെള്ളം കളയുന്നതിന് മുമ്പ് നമുക്ക് ഇച്ചിരി ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അതോടൊപ്പം ടാങ്ക് റെഡിയാവുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ വെള്ളം ഒരുപാടുള്ളതുകൊണ്ട് ഇറങ്ങി ടാങ്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബ്ലീച്ചിങ് പൗഡറൊക്കെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നമ്മുടെ അവസാനം ടാങ്ക് കഴുകാനുള്ളൊരു ബ്രഷൊക്കെ സംഘടിപ്പിച്ച് ടാങ്ക് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ആ വെള്ളം പോയി കഴിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് ആ ടാങ്കിനകത്ത് കയറി ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, എല്ലാ പൈപ്പിലെയും വെള്ളം നമ്മൾ തുറന്നു വിട്ടു. ബാത്റൂമിലെ ആണെങ്കിലും കിച്ചണിലെ ആണെങ്കിലും എല്ലാം തുറന്നു വിട്ട സമയത്താണ് രക്ഷകനെ പോലെ നമ്മുടെ പ്ലംബർ ഓമനക്കുട്ട ചേട്ടൻ അവിടെ എത്തിയത്. പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു എന്താണ് പ്രശ്നം. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് പ്രശ്നം, ഇത് നമുക്ക് ടാങ്ക് ക്ലീൻ ചെയ്യണം. അപ്പോഴാണ് പറയുന്നത്, നമ്മൾ പൈപ്പ് വഴിയാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് നഷ്ടമാകും. ഇങ്ങനെ ചെയ്യാം. ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഞാനൊരു പ്ലംബറോ പ്ലംബിങ്ങുമായിട്ടൊന്നും ബന്ധമില്ല. പക്ഷേ അദ്ദേഹം വന്ന് പറഞ്ഞെന്നൊരു ഐഡിയ ആണ്. നമ്മുടെ ഇന്നും ഔട്ടും ഉണ്ട്. ആ ഔട്ട് തുറന്ന് അത് പതുക്കെ ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അതിലെ വെള്ളം പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റാം. അപ്പോൾ തന്നെ നമുക്കത് ചെയ്യാനും സാധിക്കും. പിന്നെ ഞാൻ നേരെ അതിന് മുകളിൽ കയറി കഴുകാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് പുള്ളിക്കാരനും പറഞ്ഞത് അതിൻ്റെ മുകളിൽ കയറി കഴുകുക എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടാണ്, നമുക്ക് അവിടത്തേക്ക് അഴിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ എന്നോടൊപ്പം നിന്നിട്ട് അത് കഴിച്ച് നമ്മളോട് പറഞ്ഞത് ടാങ്ക് ഇറക്കാം, ടാങ്ക് ഇറക്കി അതിൻ്റെ അകത്ത് കയറി ക്ലീൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്തു, ആ ഇന്നും ഔട്ടും ഒക്കെ പതുക്കെ അഴിച്ച് ടാങ്ക് പതുക്കെ നമ്മൾ താഴോട്ട് എടുത്തു വെച്ചു. കാരണം നിങ്ങൾക്കും ഇതൊരു ഐഡിയ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടി ചെയ്യുന്നത്. കാരണം ഈ ടാങ്കിന് മുകളിൽ കയറി, ഓൾറെഡി ടാങ്ക് ഇപ്പോൾ എല്ലാവരും ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം പോലെ പണിത് അതിന് മുകളിലാണ് ടാങ്ക് വെക്കുന്നത്. അതിൻ്റെ അകത്തൂടെ കയറി നമ്മളിതാ ഇത്രയും ആഴം ഉണ്ടാകും. നമ്മൾ ടാങ്കിൽ ഇറങ്ങുമ്പോൾ ഏകദേശം എൻ്റെ കഴുത്ത് മാത്രമേ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഒറ്റയ്ക്കൊക്കെ പോയി ടാങ്ക് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ എന്തായാലും ടാങ്കിൻ്റെ അകത്തേക്ക് ഇറങ്ങി ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇറങ്ങിയത്. നല്ല അഴുക്കാണ് ടാങ്കിൻ്റെ അകത്തുണ്ടോ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം 2 വർഷമായിട്ട് അത് കഴുകാനോ ക്ലീൻ ചെയ്യാനോ ഒന്നും പോയിട്ടില്ല. കണ്ടോ, നല്ല അഴുക്കാണ്. ഇതിനേക്കാൾ ദയനീയമായിരിക്കും നിങ്ങളിൽ പലരുടെയും വീടുകളിലെ ടാങ്കിൻ്റെ അവസ്ഥ. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ എല്ലാവരും ടാങ്ക് നോക്കുക, ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കണ്ടോ എത്രത്തോളം പായലാണ്. നമ്മൾ കുടിക്കാനായിട്ട് വെള്ളമൊന്നും എടുക്കുന്നില്ല. പിന്നെ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ മാക്സിമം നല്ല രീതിയിൽ തന്നെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് അവിടെ ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ അവസ്ഥ. വെറുതെ കൈ ഉപയോഗിച്ചിട്ടാണ് ആദ്യം ഞാൻ നോക്കിയത്. പിന്നീടാണ് സ്ക്രബ്ബർ, അതിൻ്റെ അകത്ത് വിമ്മോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട, വെറുതെ സ്ക്രബ്ബർ എടുത്തിട്ട് അത്യാവശ്യം കുറച്ച് വെള്ളവും സ്ക്രബ്ബറുമായിട്ട് ഇറങ്ങുക, നല്ലപോലെ ക്ലീൻ ചെയ്യുക. ഈ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ രക്ഷപ്പെടും. അങ്ങനെ അത്യാവശ്യം എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ മാക്സിമം ഞാൻ ക്ലീൻ ചെയ്തു ഇറങ്ങി. തിരിച്ച് ഞങ്ങൾ അതുപോലെ ഇന്നും ഔട്ടും ഒക്കെ കൊടുത്തു. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. 100% ക്ലീനായി എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അതിൻ്റെ അകത്ത് ഇറങ്ങിയപ്പോൾ ഏകദേശം 11 മണി 11:30ക്കാണ് ഞാൻ ഇറങ്ങി ക്ലീൻ ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ആ ടാങ്കിൻ്റെ അടപ്പ് നല്ല രീതിയിൽ മുറുക്കി അടച്ചു. എന്നിട്ട് ഒരു സേഫിന് വേണ്ടിയിട്ട് 2 ടൈൽസിൻ്റെ കഷ്ണവും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ടാങ്കും സേഫ് ആണോ എന്ന് നോക്കുക. പറ്റുമെങ്കിൽ മാസത്തിലൊരിക്കൽ ക്ലീൻ ചെയ്യുക. ഓക്കെ, ബൈ.